പാപത്തിന്റെ അടിമത്തത്തിൽ നിന്നും മനുഷ്യകുലത്തെ രക്ഷിക്കാൻ മനുഷ്യാവതാരം ചെയ്ത ക്രിസ്തുവിന്റെ സമകാലികനായി ജന്മം കൊണ്ട് ക്രിസ്തുവിന്റെ ശിഷ്യത്വം സ്വീകരിച്ച് പാപത്തെയും മരണത്തെയും ജയിച്ച് ഉദ്ധാനം ചെയ്ത ദൈവപുത്രന്റെ സുവിശേഷ ദീപ്തി ലോകം മുഴുവൻ പടർത്താൻ ആത്മാവിൽ ജ്വലിക്കുന്ന ഹൃദയത്തോടെ ഇറങ്ങിത്തിരിച്ച ധീരനായ ക്രിസ്തു ശിഷ്യൻ, ഭാരതത്തിന്റെ അപ്പസ്തോലന്റെ ജീവിതത്താളുകളെ ഓർമ്മിപ്പിക്കുന്ന ഈ കലാവിരുന്ന് ആ പുണ്യാത്മാവിന്റെ ഓർമ്മ തിരുനാളിനോടനുബന്ധിച്ച് ഹോളി ഫാമിലി ചർച്ച് കട്ടിപ്പാറ ഇടവകയിലെ സൺഡേ സ്കൂൾ കുട്ടികൾ അഭിമാന പുരസ്സരം നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നു. ദീദിമോസ്. എന്റെ കർത്താവേ, ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക എന്നാകുവാൻ ഞാൻ എന്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. ലോകത്തിന്റെ അതിർത്തികൾ വരെ ഈ സദ്വാർത്ത അറിയിക്കുവാൻ എന്റെ ഹൃദയം വെമ്പൽ കൊള്ളുന്നു. എന്റെ കർത്താവേ, എന്റെ ദൈവമേ, കടല് കനിഞ്ഞിന്ന് ചാകരയാണല്ല. 100 വള്ളത്തില് മീൻ വന്നാലും എന്റെ കൊട്ടന്നറിയൂല. ഓ, എങ്ങനെ നിറയാനാണ് പെണ്ണുങ്ങളെ? രാജാവിന്റെ കിങ്ങരന്മാര് വന്ന് മീൻ കൊണ്ടുപോയാ നമുക്ക് വല്ലതും കിട്ടുവാ? പണം വാങ്ങിച്ചാലേ തിരിച്ചു കൊടുക്കാൻ പഠിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ കിടക്കും. അയ്യോ, നിങ്ങൾ എന്തെന്നാണ് ഈ കാണിക്കണത്? എന്റെ കണവൻ എങ്ങോട്ടാണ് പിടിച്ചോണ്ട് പോണത്? തമ്പുരാ, തമ്പുരാ, എന്റെ കണവനൊന്നും ചെയ്യല് തമ്പുരാ. ഞങ്ങള് പാവങ്ങളാണ് തമ്പുരാ. ദൈവങ്ങളെ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. അടിയങ്ങളെ രക്ഷിക്കണേ. ദൈവത്തിനൊന്നും നിങ്ങളെ രക്ഷിക്കാൻ പറ്റില്ല. പൈസ ഉണ്ടെങ്കിലേ ഈ ഞാൻ നിന്നെ രക്ഷിക്കാം. നിന്നെയൊക്കെ ആര് രക്ഷിക്കാൻ? എനിക്ക് ഇവരെ രക്ഷിക്കാൻ പറ്റുമോ രാജകിങ്കരന്മാരെ? ഓ, ഇതാരാണാവോ ഈ രക്ഷകൻ? എന്റെ പേര് തോമസ്. ഞാൻ അങ്ങ് യെരുസലേമിൽ നിന്ന് വരുന്നു. രാജകിങ്കരന്മാരെ, എന്നോട് പറയൂ, ഇവർ ചെയ്ത തെറ്റെന്താണ്? ഇവരെയിട്ട് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്തിന്? നാട്ടുരാജ്യത്തിൽ കരം കൊടുക്കാൻ കഴിവില്ലാത്തവൻ അടിമവേല ചെയ്യണമെന്നാണ് ഇവിടുത്തെ നിയമം. രാജകൽപ്പന അനുസരിച്ചാണ് ഞങ്ങൾ ഇവനെ കൊണ്ടുപോകുന്നത്. ഞങ്ങളെ രക്ഷിക്കണേ തമ്പുരാ. ഞങ്ങള് പാവങ്ങളാണ് തമ്പുരാ. അവരുടെ തൊഴിൽ ചെയ്യാൻ അനുവദിക്കൂ. കടം അവര് തന്നു വീട്ടിക്കോളും. കടം വീട്ടാനോ ഇവരോ? ഹേ മനുഷ്യ, ഇവനും കുടുംബവും കടം കൊടുക്കാനുള്ള തുക കുന്നുകൂടി ഇപ്പോ എത്രയായെന്നറിയാമോ? 100 വെള്ളി നാണയം. ഇവനും പെമ്പ്രനോത്തിയും 10 തലമുറ പണിയെടുത്താലും വീട്ടാൻ പറ്റില്ല ഈ കടം. സർവശക്തനായ ദൈവമേ, സകലതിന്റെയും സൃഷ്ടാവേ, അശക്തന്മാർക്കും ആലംബഹീനർക്കും തുണയായവൻ, പാവപ്പെട്ടവന്റെ നിലവിളി കേട്ട് അവന്റെ കണ്ണുനീർ തുടയ്ക്കുന്ന ദൈവമേ, ഈ പാവങ്ങളുടെ നിലവിളി കേൾക്കണമേ. ഇവരോട് കരുണ തോന്നി അങ്ങയുടെ അത്ഭുതകരമായ കരം നീട്ടണമേ. അടയാളങ്ങളിലൂടെ സംസാരിക്കണമേ. അങ്ങയുടെ പ്രിയപുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇവിടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന എന്റെ ദൈവം യഥാർത്ഥ ദൈവമാണെന്ന്
കേൾക്കുന്ന ഈ ജനം മുഴുവനും അറിയട്ടെ. നൂറ് വെള്ളി നാണയങ്ങൾക്ക് പകരം 100 സ്വർണ്ണ നാണയങ്ങൾ. ഇത് സ്വീകരിക്കും. ഇവനെ വെറുതെ വിടും. എന്താണ് നമ്മളിപ്പോ കണ്ടത്? ഇതുവരെ നമ്മുടെ കണ്ണുകളിൽ കണ്ടിട്ടില്ലാത്ത അത്ഭുതം. കടൽ ജീവികൾ ഒരു മനുഷ്യനനുസരിക്കുന്ന മഹാ അത്ഭുതം. സ്ത്രീയെ, നിങ്ങൾ അത്ഭുതത്തോടെ വീക്ഷിക്കുന്നത് എന്ത്? ഞാൻ എന്റെ സ്വന്തം ശക്തിയാലോ സുഹൃത്താലോ പ്രവർത്തിച്ച അത്ഭുതമല്ല, മറിച്ച് അബ്രഹാത്തിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം തന്റെ പ്രിയപുത്രനെ മഹത്വപ്പെടുത്തിയിരിക്കുന്നു. അവന്റെ നാമത്തിലുള്ള വിശ്വാസമാണ്, അവന്റെ നാമത്തിന്റെ ശക്തിയാണ് ഈ അത്ഭുതം ഇവിടെ സംഭവിച്ചത്. നിങ്ങളെല്ലാവരും യേശുക്രിസ്തുവിനെ അറിയുന്നു, അവനിൽ വിശ്വസിക്കുന്നു, അവൻ നൽകുന്ന രക്ഷയെ സ്വന്തമാക്കുന്നു. രാജാതിരാജൻ മഹാരാജ തിരുമനസ്സിത എഴുന്നള്ളുന്നേ. എന്താ എല്ലാവരും കാര്യമായി എന്തോ ചർച്ചയിലാണല്ലോ? ഒന്നുമില്ല പ്രഭു, ഇവരെന്തൊക്കെയോ കണ്ടു പേടിച്ച് വെറുതെ എന്തോ പിച്ചും പെയ്യും പറഞ്ഞുകൊണ്ടിരിക്കുക. ഞങ്ങളുടെ കണ്ണുകൾ കണ്ടത് സത്യമാണെന്നേ, അത് വിശ്വസിക്കാതിരിക്കാൻ ഞങ്ങൾക്കാവില്ല. എന്താണ് നിങ്ങൾ കണ്ടത്? എന്താണ് നിങ്ങൾ ഇത്രയും മാത്രം ആശ്ചര്യഭരിതരാക്കിയത്? നമ്മോട് പറയൂ. ഞങ്ങൾ എന്നൊരു മനുഷ്യനെ കണ്ടു. വെറും മനുഷ്യനല്ല, ഒരു ദൈവപുരുഷൻ. അവൻ ആജ്ഞാപിച്ചപ്പോൾ കടലിൽ നിന്ന് മത്സ്യങ്ങൾ കരയിലേക്ക് ഉയർന്നു വന്നു. അവയുടെ വായ തുറന്നപ്പോൾ അതാ നിറയെ സ്വർണ്ണ നാണയങ്ങൾ. അവനത് ഞങ്ങളെ ഏൽപ്പിച്ചിട്ട് ആ അടിമയെ കൊണ്ടുപോയി. ഇതാ ആ സ്വർണ്ണ നാണയങ്ങൾ. എന്താണ് നാം ഈ കാണുന്നത്? അത്ഭുതമായിരിക്കുന്നു. ആരാണ് അയാൾ? ആരാണ് ആ ദിവ്യപുരുഷൻ? രാജാവേ, ഇതിൽ എന്തോ തട്ടിപ്പുണ്ട്. ഈയിടെ കുറെ തട്ടിപ്പുകാർ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കേൾക്കുന്നത്. അത് സ്വർണ്ണൊന്നും ആയിരിക്കില്ല, മത്സ്യങ്ങളുടെ വായിൽ സ്വർണ്ണ നാണയങ്ങൾ. മണ്ടത്തരം. രാജാവേ, ഞങ്ങൾ പറയുന്നത് സത്യമാണ്. ആദ്യം ഞങ്ങളും സംശയിച്ചിരുന്നു, എന്നാൽ ഇത് സ്വർണം തന്നെയാ. എങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ ഇവിടെ കൂട്ടിക്കൊണ്ടുവന്നില്ല? ആട്ടെ, അവനിപ്പോൾ എവിടെയുണ്ട്? അവൻ എങ്ങോട്ടാണ് പോയതെന്ന് ഞങ്ങൾക്കറിയില്ല പ്രഭു. ആ തനി തങ്ങത്തെ വിട്ടു കളഞ്ഞല്ലോടാ. അവൻ എവിടെയുണ്ടെങ്കിലും നമ്മുടെ മുമ്പിൽ ഹാജരാക്കണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ രണ്ടിന്റെയും തല കൊയ്യും. പൊക്കോ. അത് വേണമെന്നേ. രാജഗുരുവായി ഞാനിവിടെ ഉള്ളപ്പോൾ താനൊരു അക്ഷരം മിണ്ടരുത്. തന്റെ വാക്ക് കേട്ട് നടന്നിട്ട് ഈ നാട്ടുരാജ്യത്തിന് എന്ത് നേട്ടമാണ് ഉണ്ടായിട്ടുള്ളത്? മണിയ, എനിക്ക് ദാഹിക്കുന്നു. കുടിക്കാൻ അല്പം വെള്ളം തരുമോ?
തമ്പ്ര അരുത്. അങ്ങ് അടിമയുടെ കുടിൽ വന്ന തന്നെ ഞങ്ങളുടെ സുഹൃത്തും. ഞങ്ങൾ പുഴ താഴ്ചജാതിക്കാരുടെ പക്കിൽ നിന്നും ഒന്നും കഴിച്ചുകൂടാ. മനുഷ്യരെല്ലാവരും ഒന്നാണ് മണിയ, ദൈവത്തിന്റെ മക്കൾ. സർവശക്തനായ ദൈവം സ്വന്തം ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടവർ. അവർക്കിടയിൽ ജാതിയുടെയോ മതത്തിന്റെയോ വേർതിരിവുകളില്ല. ഇന്ന് ഈ ഭവനത്തിൽ നിന്ന് ഞാൻ ഭക്ഷിക്കും. എന്താണ് നിന്റെ കയ്യിലുള്ളത്? എന്ത് തന്നെയായാലും കൊണ്ടുവരൂ. താങ്ങുന്നേ. ദൈവത്തിന്റെ വാത്സല്യ മക്കളെ, യേശുവിനെ സ്വന്തമാക്കാൻ വിളിക്കപ്പെട്ടവരെ, നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും സമാധാനം. പിതാവേ, അങ്ങയുടെ തൃക്കരങ്ങളിലേക്ക് ഈ ഭക്ഷണ പാനീയങ്ങളെ സമർപ്പിക്കുന്നു. അനേകർക്കു വേണ്ടി തന്നെ തന്നെ മുറിച്ചു വിളമ്പി അങ്ങയുടെ പ്രിയപുത്രന്റെ ഓർമ്മയ്ക്കായി ഞങ്ങളിതാ പരസ്പരം പങ്കിടുന്നു. സ്നേഹനിധിയായ പിതാവേ, ഈ ഭക്ഷണ പാനീയങ്ങളെ ആശീർവദിക്കണം. പ്രിയ സഹോദരങ്ങളെ, ഇതിൽ നിന്ന് ഭക്ഷിക്കുന്നതിന് മുൻപായി നിങ്ങൾ നിങ്ങളെ തന്നെ ശുദ്ധീകരിക്കുവിൻ. ദൈവസ്നേഹത്തിനെതിരായിട്ടുള്ളതെല്ലാം നിങ്ങൾ വർജിക്കുവിൻ. നിങ്ങളെ ദ്രോഹിച്ചിട്ടുള്ളവരോടെല്ലാം ഹൃദയപൂർവ്വം ക്ഷമിക്കുവിൻ. അങ്ങനെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തോടെ ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുവിൻ. അവിടുത്തെ മാർഗത്തിൽ ചരിക്കുവിൻ. രാജൻ, അങ്ങ് പറഞ്ഞതുപോലെ ഞങ്ങൾ ആ മാന്ത്രികനെ കണ്ടു. എന്നാൽ അയാളങ്ങ് മുഖം കാണിക്കാൻ കൂട്ടാക്കുന്നില്ല. സമയമാകുമ്പോൾ അയാൾ തന്നെ വന്ന് കണ്ടുകൊള്ളാമെന്ന അയാൾ പറഞ്ഞത്. അയാൾ നമ്മൾ വിചാരിക്കുന്ന പോലെ വെറും ഒരു മാന്ത്രികനല്ല. പിന്നെ അയാൾ ആളുകളോട് ഒരു പുതിയ ദൈവത്തെക്കുറിച്ചും മറ്റും പറയുന്നത് ഞങ്ങൾ കേട്ടു. എന്ത്? അവന് അത്ര ധിക്കാരമോ? നമ്മെ മുഖം കാണിക്കാൻ സമ്മതമല്ലെന്ന് പറഞ്ഞ അധികാരി ആരാണ്? അവനെ നിസ്സാരക്കാരനായി കാണരുത്. തോമസ് എന്ന അവന്റെ പേര്. കടലിനക്കരയിൽ നിന്ന് വന്ന ഒരാളാണ്. അന്ന് ആ കടൽക്കരയിൽ വെച്ച് കാണിച്ച ആ മാന്ത്രിക വിദ്യ അത് അവൻ്റെതല്ല. അവന്റെ ഗുരുവായ യേശു ക്രിസ്തു അവനിലൂടെ കാണിച്ചതത്രേ. അടിപൊളി. എനിക്ക് അപ്പോഴേ സംശയം ഉണ്ടായിരുന്നു, അവൻ തട്ടിപ്പാ. അവന്റെ ഗുരുവായ യേശു ക്രിസ്തു ഇപ്പൊ എവിടെയുണ്ട്? ഏതോ കള്ളന്മാരുടെ കൂടെ കുരിശിൽ തറയ്ക്കപ്പെട്ടു എന്നാണ് കേട്ടത്. അപ്പൊ കാര്യങ്ങൾക്കൊക്കെ തീരുമാനമായി. ഇത് തട്ടിപ്പും ഇപ്പൊ മുഴുത്ത വട്ടും. പിന്നെ രാജൻ മരിച്ച് കല്ലറയിൽ അടയ്ക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്നാ കേട്ടത്. അങ്ങേക്ക് വലിയ ഭ്രാന്തുണ്ട് രാജൻ ഈ കെട്ടുകഥ കേട്ട് നിൽക്കാൻ. കള്ളന്മാരുടെ കൂടെ കുരിശിൽ തറക്കപ്പെട്ടു, മരിച്ചടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. കൊള്ളാം, നല്ല കഥ. തനിക്കൊക്കെ വേറെ പണിയില്ലേ? അമ്മയെ അനുസരിക്കാത്ത നമ്മുടെ വിശ്വാസങ്ങൾക്ക് എതിര് നിൽക്കുന്ന ഒരുവിനെയും ഞാൻ വെറുതെ വിടില്ല. 1000 സൂര്യഗോളങ്ങൾ ഒന്നിച്ചു വീർന്നാലും ഞാൻ പറയുന്നത് എവിടെ നടക്കും. ഇത് എന്റെ നാടാണ്. എന്റെ ആഗ്രഹങ്ങൾ, എന്റെ തീരുമാനങ്ങൾ, എന്റെ ഇഷ്ടങ്ങൾ, അതിന് കളങ്കം വരുത്തുന്നതൊന്നും ഇവിടെ നടക്കില്ല. അതിന് ഞാൻ ആരെയും അനുവദിക്കില്ല. ജനങ്ങളെല്ലാം അവന്റെ കൂടെയാണ്. ജനങ്ങൾ അവന്റെ കൂടെയാണെന്നുള്ളത് നമ്മെ അസ്വസ്ഥനാക്കുന്നു. തന്റെ തോട്ടത്തിൽ താൻ നടാത്തതൊന്നു വളർന്നാൽ അത് മറ്റു ചെടികൾക്ക് ദോഷം ചെയ്യുമെന്നറിഞ്ഞാൽ എത്ര നല്ലതായാലും പിഴുതു കളഞ്ഞാൽ എനിക്ക് ശീലം. ഗുരുവിന്റെ ജീവൻ
കുരിശിലാണ് തീർന്നതെങ്കിൽ ഇവന്റെ ജീവൻ ഒരു കുന്തത്തിൽ തീരട്ടെ. യേശുവേ, ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്ര, അങ്ങേക്ക് സ്തുതിയും മഹത്വവും ഉണ്ടായിരിക്കട്ടെ. ഈ പുണ്യഭൂമിയിൽ അങ്ങേ പ്രഘോഷിക്കുവാൻ എന്നെ, ഈ പാപിയെ തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ അങ്ങയെ വാഴ്ത്തുന്നു. തോമസ്, കർത്താവേ, നിനക്ക് സമാധാനം. എന്തുകൊണ്ടാണ് നീ എപ്പോഴും കുറ്റബോധത്തോടെ എന്നെ സമീപിക്കുന്നത്? അത് എന്നെ ഏറെ വേദനിപ്പിക്കുന്നു തോമസ്. ഞാൻ പാപിയാണ് കർത്താവേ. അങ്ങേക്ക് വേണ്ടി മരിക്കുവാൻ പോലും തയ്യാറാണെന്ന് വൻപ് പറഞ്ഞിട്ട് അങ്ങയുടെ പീഡാസഹനത്തിന്റെ നാളുകളിൽ ഒളിച്ചോടിയ ഭീരുവാണ് ഞാൻ. മരണത്തെ തോൽപ്പിച്ച് അങ്ങ് ഉദ്ധാനം ചെയ്തപ്പോൾ അത് അവിശ്വസിച്ചവനാണ്. കാണാതെ വിശ്വസിക്കില്ല എന്ന് ശാഠ്യം പിടിച്ചവൻ. തോമസ്, പീഡാസഹനവേളയിൽ നീ മാത്രമാണോ എന്നെ ഉപേക്ഷിച്ച് ഓടി ഒളിച്ചത്? ഉത്ഥാനത്തിന് ശേഷം എല്ലാവരും തന്നെ എന്നെ കണ്ടതുകൊണ്ടാണ് വിശ്വസിച്ചത്. തോമ, നിന്റെ കണ്ണുനീർ തുടക്കി. മനുഷ്യൻ ബലഹീനനാണ്. ഞാൻ നൽകുന്ന സഹായകനായ പരിശുദ്ധാത്മാവാണ് അവനെ ശക്തനാക്കുന്നത്. തോമ, ഭീരുവായിരുന്നെങ്കിലും അവിശ്വസിച്ചെങ്കിലും എൻ്റെ തിരുമുറിവുകളിൽ, എൻ്റെ തിരുഹൃദയത്തിൽ സ്വന്തം വിരലുകളാൽ സ്പർശിക്കാൻ കഴിഞ്ഞത് നിനക്ക് മാത്രമല്ലേ? എൻ്റെ ഹൃദയത്തിൽ തൊട്ടവനാണ് നീ. എൻ്റെ വാത്സല്യഭാചനമേ, എന്നിൽ നിന്ന് നീ എന്താണ് ആഗ്രഹിക്കുന്നത്? അങ്ങേക്കു വേണ്ടി ഒരു രക്തസാക്ഷിയാകണമെന്നാണ് എന്റെ ആഗ്രഹം. ഈ മണ്ണിൽ തന്നെ എന്റെ രക്തം ചിന്തണം. അതിനു മുൻപ് എന്റെ ഈ മക്കളെ അങ്ങയുടെ തിരുഹൃദയത്തിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. അവരുടെ വിശ്വാസത്തെ നിന്റെ തിരുഹൃദയത്തിൽ നട്ടുവളർത്തണം. തോമസ്, നിന്റെ ആഗ്രഹം പോലെ തന്നെ ഈ മണ്ണിൽ നിന്റെ രക്തത്താൽ നീ എനിക്ക് സാക്ഷ്യം നൽകും. ഈ ദേശത്തെ വിശ്വാസികളെ എന്റെ പിളർക്കപ്പെട്ട ഹൃദയത്തിൽ ഞാൻ നട്ടുവളർത്തും. വിശ്വാസത്തിൽ അവർ തഴച്ചു വളരും. ദൈവരാജ്യവേലയ്ക്കായി ലോകം മുഴുവൻ എനിക്ക് സാക്ഷികളാകാൻ അനേകം യുവജനങ്ങൾ ഈ മണ്ണിൽ നിന്ന് ഉയർന്നു വരും. ദൈവവിളികളുടെ ഫലഭൂയിഷ്ടമായ ഒരു മണ്ണായി ഈ ദേശം മാറും. ഭൂമിയുടെ അതിർത്തികൾ വരെ അവർ എനിക്ക് സാക്ഷികളായിരിക്കും. ക്രിസ്തുവിലുള്ള വിശ്വാസം ഭാരതത്തിന് പകർന്നു നൽകിയ ദീദിമോസ് എന്ന തോമസിന്റെ മക്കളാണ് നാം. തോമായുടെ ആഗ്രഹം പോലെ തന്നെ തന്റെ കർത്താവിനെ പ്രതി ഒരു രക്തസാക്ഷിയായി തീരുവാൻ അവന് കൃപ ലഭിച്ചു. ആ രക്തം വീണ് കുതിർന്ന മണ്ണിൽ നിന്ന് ഉദയം ചെയ്ത ക്രൈസ്തവ സഭ ഇന്ന് ലോകം മുഴുവൻ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ച് പടർന്ന് പന്തലിച്ച് തങ്ങൾക്ക് ക്രിസ്തുവാകുന്ന പ്രകാശത്തെ പകർന്നു തന്ന ആ പുണ്യാത്മാവിന്റെ സ്മരണയിൽ അവർ ഇന്നും പാടിസ്തുതിക്കുന്നു. മാർത്തോമാ സ്ലീഹ
പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ എന്റെ കർത്താവേ എന്റെ ദൈവമേ അങ്ങയോടൊപ്പമിവ ചൊല്ലിടാം താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ താതാ ഞങ്ങൾക്കായി മാധ്യസ്ഥമേഘണേ മാർത്തോമാ ശ്ലീഹായേ ഭാരതത്തിൻ പ്രേഷിത തൊട്ടറിഞ്ഞ വിശ്വാസം നൽകിയ താതാ എന്റെ കർത്താവേ എന്റെ ദൈവമേ അങ്ങയോടൊപ്പമിവ ചൊല്ലിടാം താതാ